नमस्कार. ലെക്സ എന്താ പണി? തുടങ്ങിയാ അയാള് വിളിക്കാതെ ഒറ്റക്കിരുന്നോ? അത് ശരി. ക്യാമറ താനിക്കെങ്കിലും ഒന്ന് വിളിച്ചൂടെ സമയത്തിന്? എന്നെ ഇപ്പൊ വേണ്ട. അസിസ്റ്റന്റ് ഡയറക്ടർക്ക് ലവൊക്കെ ആയപ്പോ എന്നെ ഒഴിവാക്കിയതാ. വേണ്ട. പക്ഷെ എന്റെ വ്യൂവേഴ്സിന് എന്നെ വേണമെന്ന് അറിയാം, അതുകൊണ്ട് ഞാൻ വരും. നിങ്ങൾ വിളിച്ചില്ലല്ലോ, ഞാൻ വലിഞ്ഞേറിയാലും വ്യൂവേഴ്സിനോട് ഇത് ആരാണെന്ന് പറഞ്ഞോ? ആരാണ്? നമുക്ക് കുറച്ചുകൊണ്ട് പറയാല്ലേ? സസ്പെൻസ് ഇരിക്കട്ടെ. അപ്പൊ നമ്മള് എന്താണ് ചെയ്യാൻ പോണത്? നമ്മൾ ഡെവലപ്പറിന്റെ ലവ് പൊളിക്കാൻ പോവുകയാണ്. ഡെവലപ്പറിന്റെ ലവ് പൊളിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഡെവലപ്പറിന്റെ ലവ് പൊളിച്ചോ? നമുക്ക് റൂട്ടീന്ന് തന്നെ പറയാം. വേര് പിഴുതാൽ മാത്രമല്ലേ വർക്ക് ആവത്തുള്ളൂ. ഡെവലപ്പറിന്റെ ലവ് പൊളിക്കുന്നതിന് മുന്നേ എങ്ങനെയാണ് ഇതിന്റെ ഈ ഫോൾഡർ സ്ട്രക്ചർ ഒന്ന് കോഡ് എടുത്തേ. ഇത്രയും ഫയൽസും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ ഫയൽസ്? ഇപ്പോൾ വെറുതെ ഒരു ഫയൽ ഉണ്ടാക്കി HTML ഫയൽ ഉണ്ടാക്കിയത് വരുമല്ലോ എന്നാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഇത് കുറേ മുടന്ത ന്യായങ്ങളൊക്കെ പറഞ്ഞെങ്കിലും എന്തിനാണ് ഇത് നോക്കൊന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് തുടങ്ങണത്? അപ്പം അതാണ് അറിയേണ്ടത്. വേറൊരു സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് നേരത്തെ ഒരു വട്ടം ഷൂട്ട് ചെയ്തിട്ട് രണ്ടാമത് റീഷൂട്ട് ചെയ്യണതാണ്. എന്തായിരുന്നു കാരണം? സ്ക്രീൻ റെക്കോർഡ് ഞാൻ മറന്നുപോയി. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ, അതെ. യെസ്. അപ്പൊ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കണ്ട അതേ റൂട്ട് തന്നെയാണ് ഇവിടെ ഉള്ളത്. രണ്ടും ഒരേ ആളാണ്, തെറ്റിദ്ധരിക്കരുത്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ കണ്ട ഡോക് ടൈപ്പ് HTML ഇത് റൂട്ട് എല്ലാം ഇതേ സെയിം HTML, പക്ഷെ അതിനകത്ത് കുറച്ച് സാധനം ടൈറ്റിലൊക്കെ ഇവിടെയാണ് ഇതല്ലേ? അതെ ടൈറ്റിൽ. അതെ ടൈറ്റിലൊക്കെ നമ്മള് സ്കെയിലിൽ ചെയ്യുമ്പോൾ ഇവിടെ തന്നെയാണ് ഇത്, വേറെ എവിടെയെങ്കിലും ഇവിടെ തന്നെയാണ്. അത് നമ്മള് പ്രോജക്ട് ഈ മെറ്റാ ടാഗ്സ് ഒക്കെ എന്ത് സാധനങ്ങൾ SEO റിലേറ്റഡ് കാര്യങ്ങളൊക്കെ കുറെ മെറ്റാ ടാഗ്സ് ഒക്കെ ഇവിടെ തന്നെയാണ്. പക്ഷെ നമ്മൾ ടൈറ്റിൽ ചില പ്രോജക്റ്റിൽ ചിലപ്പോൾ ഈ ഷോപ്പിംഗ് കാർട്ടൊക്കെ ആണെങ്കിലും ഞാൻ ഡൈനാമിക് അങ്ങനെ വരുമ്പോ നമുക്ക് ആ പേജിനകത്ത് തന്നെ മാറ്റാം, ഓവർറൈഡ് ചെയ്യാൻ പറ്റും. ഫാവൈക്കണൊക്കെ ഇവിടെ നമുക്ക് ഡിഫോൾട്ട് നമ്മളിപ്പോ അതൊന്നും നോക്കില്ല. നമ്മളിപ്പോ ഇവിടെ ബേസിക് ആയിട്ടാണ് ചെയ്തത്. ഇവിടെ ജസ്റ്റ് റൂട്ട് ഇവിടെ നടക്കുന്നത്. ഇതിനകത്തുള്ള സാധനമൊക്കെ ഇവിടെ കുറച്ചധികം സാധനങ്ങൾ ഇട്ടിട്ടുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ ബിൽഡിങ്ങിൽ വീറ്റ് കയറ്റി വിടുന്ന സാധനങ്ങളാണ്. യെസ്. അപ്പോൾ റൂട്ടാണ് തുടങ്ങുന്നത്. ഇവിടെ വന്ന ശേഷം എവിടെ പോകും? റൂട്ട് ഇതാണ് മെയിൻ സാധനം. പരിചയമുള്ള സാധനം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ റൂട്ട് എന്നുള്ളതിന്റെ പേര് മാറ്റിയത് പൊട്ടു റൂട്ട് എന്നുള്ള പേര് തന്നെ വേണം? അല്ല, അത് ഇവിടെ മാറ്റി വർക്കാവും. ഓ, അപ്പൊ ഇതാണ് ലിങ്ക്. അതായത് നമ്മള് ഒന്നുകൂടെ ഇതെടുത്ത് index.html എടുക്ക്. മാറ്റി നോക്കണം. വേണ്ട. ഞാൻ ഇവിടുന്ന് നമ്മള് SRCയില് അതെ അത് വെച്ചിട്ടാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ ടൈപ്പ് മൊഡ്യൂൾ എന്ന് പറഞ്ഞത് സാധാരണ നമ്മള് text/JSS എന്നൊക്കെ പറഞ്ഞതിന് പകരം അപ്പൊ SRCയിൽ പോയി main.jss എടുത്ത് ഇവിടെ നമ്മള് ഇത് നേരത്തെ ഞാൻ പറഞ്ഞ ജാവാസ്ക്രിപ്റ്റിലെ അതൊന്നും ഇവിടെ വേണ്ടെന്നല്ലോ പറഞ്ഞത്. അത് ചെറുതായിട്ട് അപ്പൊ പറ, എന്താണ് ഈ റിയാക്ട് ക്രിയേറ്റ്? നമ്മള് നേരത്തെ അവിടെ കണ്ടില്ലേ, ഇതിനകത്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഓൾറെഡി കുറച്ചധികം സാധനങ്ങൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഒരു HTML ഇൻഡെക്സിനകത്ത് ഓൾറെഡി കൊടുത്തിട്ടുള്ളതല്ല. ഇവിടെ നോക്കി അറിയാം document.getElement.root അവിടെ ഉള്ള ആ ഒരു ഇൻഡെക്സിനകത്തുള്ള ഐഡി നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഡിഫോൾട്ട് എടുക്കുന്ന പോലെ ഗെറ്റ് ചെയ്തു. അതായത് നമ്മളിപ്പോ ആ റൂട്ട് എന്ന് പറഞ്ഞ ഡിവ്, ആ ഡിവിന്റെ ഉള്ളിലേക്ക് ഇതിന്റെ ഉള്ളിൽ വരുന്ന സംഭവങ്ങളൊക്കെ ആപ്പിനകത്താണ് നമ്മുടെ ബൈ ഡിഫോൾട്ട് ചെറിയൊരു പ്രോജക്റ്റ് നമ്മൾ നേരത്തെ കൂടിയത് ആപ്പിനകത്താണ്. അതെ അത് തന്നെയാണ് ആ സംഭവം തന്നെയാണ്. നമ്മുടെ ഡോമിലോട്ട് ആ റൂട്ട് ക്രിയേറ്റ് ചെയ്ത് ഈ ഇവിടെ ഉള്ള ആ ഒരു എലമെന്റ്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞത്, നമ്മളിപ്പോ ഡോമിലാണെങ്കിൽ ഒരു ഗെറ്റ് എലമെന്റ് ബൈ ഐഡി എന്നൊക്കെ പറഞ്ഞ് എടുത്തിട്ട് ഡോട്ട് ഇന്നർ HTML എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ HTML കണ്ടിട്ട് മാറ്റുമല്ലോ. അതിന്റെ ഒരു ഹയർ വേർഷനിൽ റിയാക്ടിന്റെ പോലെ നമുക്ക് മേ ബി മനസ്സിലാവാൻ വേണ്ടി അസ്യൂം ചെയ്യാം. അപ്പൊ ആപ്പിനകത്തോട്ട് പോകാണ്ട് ഈ ആപ്പ് എന്ന് പറയുന്നത് ഇവിടുന്ന് നമ്മള് ഇപ്പോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഞാൻ ഇവിടെയാണോ സ്പെസിഫൈ ചെയ്യപ്പോ എനിക്കിപ്പോ മൾട്ടിപ്പിൾ ഇതേപോലത്തെ app.jss പോലെ വേറെയും പല JSS ഫയൽസ് ഒക്കെ ചെയ്താലോ? എങ്ങനെ മൾട്ടിപ്പിൾ പേജസ് അങ്ങനെയാണ് ഇവിടെ ഇതിനകത്ത് ഇത്ര തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യാറ്. അതല്ല നമ്മൾ തേർഡ് പാർട്ടി എന്തെങ്കിലും ലൈബ്രറി യൂസ് ചെയ്യുന്നതിൽ അതിന്റെ ചിലപ്പോൾ മൗണ്ടിങ് ഇതിന്റെ ടോപ്പിൽ വരാം, UI ലൈബ്രറീസ് വരുന്നതിൽ. അല്ലാതെ നമ്മൾ ഇവിടെ വലുതായിട്ട് ചെയ്യാറില്ല. ഈ ആപ്പിനകത്തായിരിക്കും ഇവിടെ സാധാരണ തന്നെയാണ് ചെയ്യുന്നത്. അതെ ഈ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ app.jsx അവിടെ തൊട്ടാണ് നമ്മൾ അവിടുന്ന് നമ്മൾ ഇവിടെ എത്തി. അതെ, ഇവിടെ എത്തിയിട്ട് പിന്നെ എന്താ ഇവിടെയാണ് ആ ഒരു സാധനം ലൈക്ക് ഈ ഒരു കമ്പോണന്റിനെ ഇവിടെ റിട്ടേൺ എന്ന് പറഞ്ഞപ്പോ ഈ ഡിവ് മുതൽ ഇത്രയും സാധനങ്ങള്
നേരെ എന്ത് ചെയ്യും, മറ്റേ റൂട്ട് കഴിഞ്ഞിട്ട് ആ ഗ്യാപ്പിൽ കൊണ്ട് ഫില്ല് ചെയ്ത് ഇവിടെ ഈ ആപ്പ് എന്ന് വിളിക്കുന്ന സമയത്ത് അത് അവിടെ നിന്ന് മനസ്സിലായി ഇവിടെ ഉണ്ട് ആപ്പിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും സംഭവങ്ങൾ അവിടെ വരും. അങ്ങനെ അവിടെ ഇമ്പോർട്ട് ചെയ്യണം അല്ലേ? അവിടെ ഇമ്പോർട്ട് ചെയ്യണം. ഡോട്ട് സെയിം ഡയറക്ടറിലാണ് ഡോട്ട് ആപ്പ് ഡോട്ട്. അവിടെ ഇമ്പോർട്ട് ചെയ്യണം, എന്ത് ചെയ്യണം, ഇവിടെ എക്സ്പോർട്ടും ചെയ്യണം. എക്സ്പോർട്ട് ചെയ്താലേ അവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഫംഗ്ഷൻ എഴുതി, ഫംഗ്ഷൻ എൻഡ് ചെയ്തതിന് ശേഷം ആ ഫംഗ്ഷൻ എക്സ്പോർട്ട് ചെയ്തു. അതാണ്. പിന്നെ ഇവിടെ കണ്ട, ഇവിടെ ഒരു 2 ടൈപ്പ് ഇമ്പോർട്ടന്റ് നമുക്ക് ഇവിടെ ഒരു കേർലി ബ്രാക്കറ്റ് ഇട്ടേക്കുന്നുണ്ട്. നമുക്ക് ഒന്നെങ്കിൽ ഇതേപോലെ ഡിഫോൾട്ട് ആപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ തന്നെ എക്സ്പോർട്ട് ഫംഗ്ഷൻ ആപ്പ് എന്ന് കൊടുക്കാം. ഫംഗ്ഷൻ ആപ്പ് എന്ന് കൊടുക്കാം. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇത് നെയിംഡ് എക്സ്പോർട്ട് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു കേസിൽ ഈ ഒരു ബ്രാക്കറ്റ് ഇട്ടാൽ മാത്രമേ ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ അപ്പൊ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഒരു ആപ്പ് ഒരു ഫയലിൽ നിന്ന് ഒരിടത്ത് മാത്രമേ ആപ്പ് ഇത് ഇമ്പോർട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാം, നമുക്കൊരു ഫയൽ കൂടെ ക്രിയേറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അല്ല, ഈ എക്സ്പോർട്ട് മാറ്റി മറ്റേ എക്സ്പോർട്ട് ആക്കിയിട്ട് അവിടെ ഇമ്പോർട്ട് ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ട. ബുദ്ധി വിമാനമാണല്ലോ. അപ്പൊ ഇവിടെ എക്സ്പോർട്ട് അവിടെ കൊടുക്കുന്നല്ലേ? ഇത് രണ്ടും വർക്കാവും. പക്ഷെ ഈ ഒന്നെന്ന് പറയുന്നത് നെയിംഡ് എക്സ്പോർട്ട് ആണ്, മറ്റേ നെയിംഡ് എക്സ്പോർട്ട് അല്ല. ഇവിടെ നമ്മളൊരു കേർലി ബ്രാക്കറ്റ് എക്സ്ട്രാ ഇട്ട് കൊടുക്കേണ്ടി വരും. റീലോഡ് ചെയ്ത് നോക്കാം. ബ്രാക്കറ്റ് വർക്കായി. ആ ബ്രാക്കറ്റ് ഒന്ന് ഒഴിവാക്കി വർക്കാവോ? ഇനി ഞാൻ വർക്കായാൽ പൊട്ടി. അശ്വിന്റെ ലോജിക്ക് ജയിച്ചു. കണ്ടാ, നെയിംഡ് എക്സ്പോർട്ടും കണ്ട് അതാണ് സാധനം. അപ്പൊ നമുക്ക് തൽക്കാലം അടുത്ത പ്രാവശ്യം എന്തായാലും പൊട്ടിക്കും. കണ്ടോ? പഴയ പോലെ ആയിക്കോ. ഇത് ഇങ്ങനെ കിടന്നോട്ട് കുഴപ്പമില്ല. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ നിന്നാണ് മെയിൻ ആയിട്ടുള്ള സാധനം. സാധാരണ നമ്മൾ കൂടെ എഴുതുമ്പോ എങ്ങനെയാണ് അത് ഡിപ്പെൻസ്. സാധാരണ ഞാനത് തൊടാറില്ല. അത് കിടന്ന പഴയ പോലെ ആക്കി ഇയാള് അപ്പൊ പഴുതലാക്കി കണ്ടുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. നല്ലത് എഴുതുന്നല്ലേ? ഇപ്പൊ പഴയതല്ലേ? അപ്പൊ ഇനിയിപ്പോ ഇവിടുന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ ആസ് യൂഷ്വൽ പോലെ കുറച്ച് 2 ലോഗോ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ സാധാരണ നമ്മളിപ്പോ HTML ഒക്കെ IMG ടാഗിൽ കൊടുക്കുന്നതിന് പകരം ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ ചിലപ്പോ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യാം. ഡയറക്റ്റ് IMG ടാഗിൽ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റും. ചില കേസിൽ അത് വർക്ക് ആകത്തില്ല. അത് ഡൈനാമിക്കലി എടുക്കുന്നുണ്ടാവാം. അങ്ങനെ റിയാക്ട് മോസ്റ്റ്ലി അങ്ങനെ കണ്ടിട്ടില്ല. നമുക്ക് നോക്കാം, കൊടുത്ത് നോക്കിട്ട്. assets/react.svg അവിടെ റിയാക്ടിന്റെ അല്ല വീറ്റിന്റെ ലോഗാണ്. ചെറുതായിട്ടൊന്ന് മാറ്റി. അത് മാറിയില്ല. ഞാൻ HRF-നകത്താണ് മാറ്റിയത്. ഇതൊന്ന് കോപ്പി ചെയ്തിട്ട് കമാൻഡ്സ് കണ്ടോ? ഡൈനാമിക് ആയിട്ട് എന്ത് കൊടുത്താലും അത് കേർലി ബ്രാക്കറ്റിനകത്താണ് ഇരുന്നത്. കോപ്പി ചെയ്തില്ല. ഞാൻ കോപ്പി ചെയ്തു. പക്ഷെ അവിടെ ഒന്ന് വീണ്ടും വീക്ക് വരെ ഞാൻ C അടിച്ചു. അത് ഫുള്ള് ടൈപ്പ് ചെയ്തത്. ഓക്കെ അല്ലേ? ഓക്കെ. പക്ഷെ അത് കറങ്ങുന്നുണ്ട്. അല്ല, അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എറർ വന്നു. എറർ വായിച്ചു നോക്കി. അത് ഇതിനെ ഇത് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നമുക്കിപ്പോ ഈ റിയാക്ടിന്റെ ഫോൾഡറിന്റെ ഉള്ളിൽ നിന്നുള്ള ഇമേജസ് അല്ല, പുറത്തുനിന്നുള്ള വല്ല ഇമേജസ് ആണ്. അതായത് HTTPS വെച്ചിട്ട് നമ്മൾ ആബ്സല്യൂട്ട് URLs കൊടുക്കുന്നതാണെങ്കിൽ അല്ലാതെ കൊടുക്കാം. പക്ഷെ റിയാക്ടിന്റെ ആ ഒരു റെൻഡറിങ്ങും ആ ഫോൾഡർ സ്ട്രക്ചറിന് കൊടുക്കണമെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യണം. ഒരു മോഡ്യൂൾ പോലെ തന്നെ നമ്മൾ ആ ഒരു ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ഫോളോ ചെയ്യേണ്ടി വരും. ഓക്കെ, തൽക്കാലിക അയ്യോ ടൈപ്പ് ചെയ്താൽ മതിയായിരുന്നു. റിയാക്ട് ലോഗോ. ഓക്കെ. അപ്പോ വന്നു ഞാൻ. ഓക്കെ. അപ്പോ ഇവിടെ ഇത് രണ്ടും ഇമ്പോർട്ട് ചെയ്തു. href ടാഗ് ഇത് എനിക്കറിയാം. ഞാൻ അറിയാത്തൊക്കെ ചോദിക്കുവേ. ഡിവ് എനിക്കറിയാം. ഈ റിയാക്ട് ലോഗോ എന്ന് പറയുന്നത് അപ്പൊ ഈ ഇമ്പോർട്ട് ചെയ്ത സംഭവമാണ്.
ഇമ്പോർട്ട് റിയാക്ട് ലോഗോ വീറ്റ് ലോഗോ. ഓക്കെ, അപ്പൊ ഈ പേരാണ് നമ്മൾ ഇവിടെ അതെ കൊടുക്കുന്നത്. അതെ. നമ്മളിവിടെ ജസ്റ്റ് ഇവിടെ ഒരു ഇപ്പൊ ഈ ഫോൾഡർ ഫയൽ ഒന്ന് കാണിച്ചു, അതായത് അസറ്റ്സിന്റെ ഉള്ളില് റിയാക്ട് വീറ്റ് ആണ് ഡയറക്റ്റ് ഓ ഇട്ടിട്ടുണ്ട്. വീറ്റ് ഡയറക്റ്റ് ആണ് എടുത്തല്ലേ. ഓക്കെ, അപ്പോ ഇത് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാൻ പറ്റും. കൊടുക്കാം. ഓ, ഇവിടെ റിയാക്ട് ആണല്ലേ, അവിടെ ഫയൽ നെയിം അല്ലല്ലോ. ഓ ഫയൽ നെയിം അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, മനസ്സിലായി. അപ്പൊ അങ്ങനെ നമ്മൾ ഇമേജസും കാര്യങ്ങളും എല്ലാം അങ്ങനെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളിപ്പോ ഇവിടെ ഇത് നേരത്തെ പറഞ്ഞ വേരിയബിള്, അതൊരു പ്രത്യേക തരം വേരിയബിൾ ആണ്, സ്റ്റേറ്റ് വേരിയബിൾ. അത് നമുക്ക് പിന്നെ പറയാം. അപ്പൊ ഒരു വേരിയബിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ ഇവിടെ ഇത്, അപ്പൊ ആ വേരിയബിളിലെ ഡാറ്റ അങ്ങനെ ഡൈനാമിക് ആയി കൊടുക്കുന്നത് എല്ലാം കേർലി ബ്രേസിനകത്ത് കൊടുക്കണം. ഓക്കെ, ക്ലാസ് നെയിം, കാർഡ്, ബട്ടൺ, ഓൺ ക്ലിക്ക്, സെറ്റ് കൗണ്ട്, അത് നേരത്തെ പറഞ്ഞ സംഭവം. അപ്പൊ ഇത് ഓക്കെ. ഇനി ഇതിന്റെ CSS ഒക്കെ ഇപ്പൊ എങ്ങനെയാ ലോഡ് ചെയ്യുന്നത്? നമ്മള് ജസ്റ്റ് നമ്മള് പണ്ട് index.html ചെയ്യുന്ന പോലെ ഇമ്പോർട്ട് .app.css. ഓ, ഇവിടെ ഇമ്പോർട്ട് കൊടുത്താൽ മതി. മതി. ക്ലാസ് നെയിം ഇവിടെ ക്ലാസ് നെയിം കണ്ട റീഡ് ദ ഡോക്സ് എന്ന് പറഞ്ഞ ക്ലാസ് നെയിം ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു CSS അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത് നമ്മളിപ്പോ ഈ എന്താ പറയാ, ജാവാസ്ക്രിപ്റ്റ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന പോലെ മറ്റേ style.css എന്നൊക്കെ പറഞ്ഞിട്ട് ഇമ്പോർട്ട് ചെയ്യില്ലേ? സ്ക്രിപ്റ്റ് ടാഗ് അല്ല, മോഡ്യൂൾ ഇല്ല, മറന്ന പേര്. അല്ലല്ല, സാധാരണ HTML ഫയല് നമ്മള് മുകളിൽ ഇങ്ങനെ എഴുതൂലേ, അതായത് ലിങ്ക്. അതന്നെ ആ സംഭവം. അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല, വെറുതെ ഇമ്പോർട്ട് ഇങ്ങനെ കൊടുത്താൽ മതി. മറ്റേതൊക്കെ നമ്മള് പക്ഷെ ഇവിടെ മറ്റേ ഇൻഡെക്സിനകത്ത് കൊടുക്കുന്ന ലിങ്ക് ആ ഒരു സാധനമല്ലേ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഹെഡിനകത്ത് അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഇൻസേർട്ട് ചെയ്തോളും. ഇത് സ്റ്റൈല് അത് അവിടെ കാണത്തില്ല, ഒന്ന് അപ്പുറത്തെടുത്ത് നോക്കി മനസ്സിലായി. അപ്പൊ ഇതിനെ ഇങ്ങനെ ഇവര് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യും. അപ്പൊ ഇവിടെ app.css ഉണ്ട്, index.css ഉണ്ട്. അപ്പൊ index.html ഓ അതിന്റേതാണ് index.css അല്ലേ? index.html അവിടെ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വീറ്റ് ഓട്ടോമാറ്റിക്കലി ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തോളൂ ആ സാധനങ്ങൾ. അപ്പൊ CSS ആയി, JS ആയി. ഓ, അപ്പൊ CS മാറ്റണമെങ്കിൽ എനിക്ക് ഇവിടെ ഇതിലെ ഒരു കളർ മാറ്റിക്കുക, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റിക്കുക. ലോഗോ ഹോവറിൽ നമുക്ക് കളർ മാറ്റാം. ഇവിടെ റെഡ് ആക്കി. ഞാൻ പറഞ്ഞത് മാറ്റാൻ പറ്റില്ല അല്ലേ? അറിയില്ലെങ്കിൽ അറിയില്ല. ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇയാള് ബാക്ക്ഗ്രൗണ്ട് ഇട്ടില്ല, നമുക്കൊരു കാര്യം ചെയ്യാം. അയ്യോ, വൃത്തിയുടെ കളറായി. നമുക്ക് വൈരത്തില്ല. ഓ സെറ്റ്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നേരത്തെ തന്നെയാണ് നല്ലത്. ഇയാൾ പണ്ടാണ് മാറ്റിയത്. അപ്പൊ അതായി. സോഴ്സ് അടയ്ക്കട്ടെ. സോഴ്സിനുള്ളിൽ എല്ലാം കഴിഞ്ഞല്ലേ? അപ്പൊ സോഴ്സിലാണ് നമ്മള് ഇമേജസും എല്ലാം സോഴ്സിലാണോ? അതെ തന്നെ. പബ്ലിക്കിനകത്ത് ഇടാറുണ്ട്, പക്ഷെ അങ്ങനെ ഏതൊരു പ്രശ്നം ലോഡ് ചെയ്യുമ്പോൾ തന്നെ എല്ലാം ലോഡ് ചെയ്യും. അപ്പൊ നമ്മള് കമ്പോണന്റ് സ്പെസിഫിക് ആയിട്ട് ഇതിനകത്ത് ഐ മീൻ ലൈക്ക് ഈ പറഞ്ഞ വീറ്റിന്റെ ആ ഒരു പബ്ലിക്കിൽ ഇടാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യോ അതോ? പബ്ലിക്കിൽ ഇടണമെങ്കിൽ ജസ്റ്റ് സ്ലാഷ് എന്നിട്ട് ഡയറക്ട്ലി കോൾ ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ എഴുതിയ സാധനം അങ്ങനെ എഴുതണമെങ്കിൽ പബ്ലിക്കിൽ ഇട്ടാലും അങ്ങനെ എഴുതാൻ പറ്റും. സോഴ്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യണം, എഴുതാൻ പറ്റൂല. പബ്ലിക്കിൽ ഇടുന്നത് കുറെ ആൾക്കാർ പബ്ലിക്കിൽ ഇട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ വേറൊരാളെ ഡിസ്കസ് ചെയ്തപ്പോ പറഞ്ഞൊരു ഡയലോഗ് എന്തായിരുന്നു, അത് ഈ പറഞ്ഞ എന്റെ ഒരു ആപ്പിൽ ഇപ്പോൾ ഒരു 100 ഇമേജ് ഉണ്ട്. പബ്ലിക്കാനായിട്ട് ഞാൻ പേജിന്റെ ഹോം പേജ് വിസിറ്റ് ചെയ്യുമ്പോൾ 100 ഇമേജ് ഒന്നും ലോഡ് ആവും. ഞാൻ ചിലപ്പോ കാണാൻ റിയാക്ട് എന്ന് പറഞ്ഞ പേരിൽ എഴുതിയിട്ട് പബ്ലിക്കിലെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ HTML എഴുതുന്ന പോലത്തെ ഒരു ഇതായി മാറും. അപ്പോ നെറ്റ് വെറുതെ ആവശ്യമില്ല, ലൈക്ക് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇമേജ് ലോഡ് ചെയ്താൽ പോലെ, അല്ലെങ്കിൽ ആ ഇമേജ് വെറുതെ ലോഡ് ചെയ്താവും. അപ്പൊ അതുകൊണ്ടാണ് പബ്ലിക്കിനകത്ത് ഇമേജ് ഇടാത്തത്. ഈ വീറ്റിന്റെ SVG ചിലപ്പോ ഫാബ്രിക്കൺ ആയിരിക്കും മറ്റേ ടൈറ്റിൽ വരുന്നത്, അതപ്പോ എല്ലാ പേജിലും കാണിക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ. അങ്ങനത്തെ പബ്ലിക് അതെന്തായാലും എടുക്കണമല്ലോ. അത് ഓക്കെ. നമ്മളൊരു നല്ല ഫോൾഡർ സ്ട്രക്ചർ ഒക്കെ ഫോളോ ചെയ്യുമ്പോൾ സോഴ്സിൽ ഇടാന്നുള്ളതാണ്. ഇതെന്താണ്? അതെന്തോ ES ലിന്റിന്റെ പാറ്റേൺ എന്തോ സംഭവമാണ്. പ്ലഗിൻ ബേസ് ചെയ്തിട്ടുള്ള, അത് കുഴപ്പമില്ല. പ്ലഗിൻ ആണോ ലിങ്കിന്റെ ആ ഒരു പ്രിന്ററിന്റെ ഫോർമാറ്റ് ചെയ്യാനുള്ള. ഇത് ഗിറ്റ് ഇഗ്നോർ അറിയുമെന്ന് വിചാരിക്കുന്നത്. അതറിയില്ലെങ്കിൽ ആദ്യം പോയി ഗിറ്റ് പഠിച്ചിട്ട് ഇത് കണ്ടാൽ മതി. അതൊന്നും പറയില്ല അവിടെ. ഇൻഡെക്സ് ഇതെന്താണ്? പാക്കേജ് ലോക്ക്. അത് കുറച്ചുകൂടെ നമ്മളെ പാക്കേജിനകത്തുള്ള ഡിപ്പെൻഡൻസീസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതിന് കുറച്ചുകൂടെ ലോക്ക് ചെയ്തിട്ട് ആ ഒരു വേർഷൻ ഒക്കെ. പാക്കേജ് ജേസണും പാക്കേജ് ലോക്ക് ജേസണും എന്തിനാണ്? അത് എന്താണ് അതിന്റെ ഡിഫറൻസ് എന്താ? അത് ലൈക്ക് ഇതിനകത്ത് നോക്കിയത് ആ ഒരു കുറച്ചുകൂടെ ഓരോന്നിനും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ
ഇന്റഗ്രിറ്റി അങ്ങനത്തെ ഓരോ പാക്കേജിനും അതിന്റേതായിട്ടുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണത്തില്ലേ. ഇതിനകത്ത് നോക്കി അറിയാം നമ്മുടെ പാക്കേജിനകത്ത് ഇത്ര എല്ലാ പാക്കേജും ഇവിടെ വരും. അത് ഇതിനകത്ത് ഉണ്ടാവണമെന്നില്ല. ഈ റിയാക്ടിന് ആവശ്യമുള്ള കോറായിട്ടുള്ള സാധനങ്ങളുണ്ട്. ഈ ബാബിൾ എന്താ ഇവിടെ കണ്ട ബാബിളിന്റെ ഒക്കെ സാധനങ്ങൾ ഇത്രയും നമ്മൾ ആ ഒരു ഇതിനകത്ത് നോക്കി അറിയാം. ഇതിനകത്ത് കണ്ടോ എന്തോരം ഫയലുണ്ട്. അത് ഭയങ്കര വലുതാണ്. അതെ ഇത്രയുണ്ട്. നമ്മള് നോക്കാതിരിക്കുന്നതാണ് അത് നമ്മൾ നോക്കാറില്ല യൂഷ്വലി. ഇത് ഇതിനകത്ത് ആ പറഞ്ഞ നോഡ് മോഡ്യൂൾസിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടോ ഇത്രയും കണക്ട് ചെയ്ത് എന്തെങ്കിലും സാധനം ഇതിനകത്ത് കാണും. ഇതൊന്നും യൂഷ്വലി നമ്മൾ നോക്കാം. അതെ അതെ അതെ. പാക്കേജ് ലോഡ് ചെയ്തെടുത്തേ ഇതിനകത്താണ് മോസ്റ്റ്ലി നമ്മൾ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു പുതിയ പാക്കേജ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ആഡ് ചെയ്യണോ അതോ വേണ്ട ഇത് ഓട്ടോമാറ്റിക്കലി NPM ആഡ് ചെയ്യും. ആഡ് ചെയ്യൂലായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ ആഡ് ചെയ്യണം. ഇവിടെ മാത്രമല്ല NPM ആ പാക്കേജ് ലോക്ക് മാറ്റും. ഇതിപ്പോ ഡെവലപ്മെന്റ് ഇതൊരു ഇമ്പോർട്ടന്റ് ഫയൽ അല്ലേ പാക്കേജ് ലോഡ് ജേസൺ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ നമ്മുടെ ആപ്പിനകത്ത് എന്തൊക്കെയാണോ ഉള്ളത്. പിന്നെ വേറൊരു സാധനം നമ്മൾ നേരത്തെ NPM ഇൻസ്റ്റാൾ അടിച്ചു. NPM ഇൻസ്റ്റാൾ അടിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ ഈ കോഡ് വേറൊരാൾക്ക് അയച്ചു കൊടുത്തിട്ട് ആള് NPM ഇൻസ്റ്റാൾ അടിച്ചാൽ സംഭവിക്കുന്നത് ആൾക്ക് അറിയില്ലല്ലോ എന്തൊക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലുള്ള ഡിപ്പെൻഡൻസീസും കാര്യങ്ങളും എല്ലാം അവിടെ വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യും. നമ്മുടെ ഈ പറഞ്ഞ നോഡ് മോഡ്യൂൾസ് എന്നൊക്കെ പറയുമ്പോൾ ഇല്ല അത് ഗിറ്റിഗ്നോറിൽ അതായിട്ടേക്കുന്നത്. അതൊക്കെ നല്ല വലിയ മുട്ട. ഗിറ്റിഗ്നോറിൽ വീറ്റ് ഇട്ട് തന്നത് നമ്മൾ ഇടണോ? അത് വീറ്റ് ഇട്ട് വരും ബൈ ഡിഫോൾട്ട്. റിയാക്ട് ആയതുകൊണ്ട് അതിനറിയാം ഐഡിയ നമ്മുടെ സാധനങ്ങളൊക്കെ ഇട്ട് തരുന്നുണ്ട്. ഒരു സംഭവം തന്നെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ അത് ഗിറ്റബിനുള്ളതാ. ഇതിന് മാത്രല്ല അല്ലാതെയും യൂസ് ചെയ്യാം. നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ നമ്മൾ തരം താത്തന പോലെ. പിന്നെ വെയിറ്റ് കോൺഫിഗ് അത് വെയിറ്റിന് വേണ്ടിട്ടുള്ള ഇതെന്തെങ്കിലും എഡിറ്റ് ചെയ്യാറോ അല്ലെങ്കിൽ അത് ഡിപ്പെൻസ്. നമ്മൾ ഈ പറഞ്ഞാൽ ചിലപ്പോ സർവർ സൈഡിൽ നമുക്കിപ്പോ പറഞ്ഞ ബേസ് URL-ഒക്കെ ആഡ് ചെയ്യേണ്ട കേസ് അപ്പൊ ഇവിടെയാണ് അങ്ങനത്തെ ആ ഒരു ഇത് വീറ്റിന്റെ കോൺഫിഗ് ഫയല. അപ്പൊ നമുക്ക് പ്രോജക്ട് ത്രൂ ഔട്ട് എടുക്കുമ്പോഴൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വരണമെങ്കിൽ ഇവിടെ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഇതിനകത്ത് വരാറില്ല യൂഷ്വലി. അത് യൂസ് കേസ് പോലെ ഇരിക്കും. ഇനി ഒരു ഒറ്റ കാര്യം ഇവിടെ ചെയ്യോ, എന്താണ് ഈ ഇതിലെനിക്ക് ആവശ്യമില്ലാത്തതെല്ലാം കളഞ്ഞിട്ട് ഒരു വൈറ്റ് പേജില് വീട്ടില് വൈറ്റ് പേജ് വേണം അല്ലേ? ആവശ്യമില്ലാത്തതെല്ലാം കളയാം. അപ്പൊ നമുക്കൊരു മിനിമൽ സാധനം ആക്കണമെങ്കിൽ എന്ത് വേണമെന്നാണ് എനിക്ക് അറിയേണ്ടത്. ലവ് പൊളിക്കുകയാണ് ഞാൻ. ലവ് പോയി ഓക്കെ. അതൊക്കെ കളഞ്ഞോ? ഓക്കെ. ആ ഫയലിന്റെ ആവശ്യമില്ല, എന്നാലും ചുമ്മാ കിടക്കട്ടെ. വേണ്ട, ആവശ്യമില്ലാത്തതൊന്നും വെക്കരുത്. കളാ നമുക്ക് എല്ലാം ഡിലീറ്റ് ചെയ്ത് ഏറ്റവും മിനിമലായിട്ട്. എനിക്കിപ്പോ ഫസ്റ്റ് എനിക്ക് വേണ്ടത് ഒരു നമ്മുടെ സീരീസിന്റെ പേരെന്തായിരുന്നു? നമസ്തേ റിയാക്ട് മാത്രം ഒന്ന് ആ ബ്ലാക്കിൽ ഒരു സാധനം വെച്ചിട്ട് എഴുതണം. വേറെ ഒന്നും എനിക്ക് വേണ്ട. അപ്പോ നമസ്തേ റിയാക്ട്. നമ്മളിപ്പോ സോഴ്സ് കളഞ്ഞ് പബ്ലിക് കളഞ്ഞാ ഫോൾഡർ കളയാലേ? പ്രശ്നമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. പബ്ലിക് നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി ഒരിടത്തും ഇമ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. നമസ്തേ റിയാക്ട്. നീ ഇതിന് സ്റ്റൈലില് ഒരു ക്ലാസ് ആഡ് ചെയ്തിട്ട് ഒന്ന് കളർ കൊടുത്തേ. ഡുവോ എന്താ സാധനം? ഡിവ് ഇതൊക്കെ കണ്ട ഷോർട്ട് കട്ട് ഉണ്ടോ? ഇതൊക്കെ പ്ലഗിൻ ബേസ് ചെയ്തിട്ടുള്ളതാണോ? ബൈ ഡിഫോൾട്ട് ആണ്. ഇതാണ്ട എമിറ്റ് എന്ന് പറയും. എമിറ്റ് അപ്ലിക്കേഷൻ ഇതുപോലെ കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ. അപ്പൊ ക്ലാസ് നെയിം അവിടെ വന്ന് ഇവിടെ ക്ലാസ് നെയിം എഴുതണം. ക്ലാസ് എഴുതിയാ പോരാ, അത് ചെയ്യാൻ മതി. ഇത് റിയാക്ട് JS. നമസ്തേ അല്ല, അതൊന്നും അറിയാത്ത ഞാനുണ്ടല്ലോ, ഞാൻ ചോദിച്ച് മനസ്സിലാക്കിക്കോളാം. CSS നമ്മൾ സാധാ CSS അതേപോലെ ഒരു ഡിഫറൻസും ഇല്ലല്ലോ. ഇപ്പൊ CSS റിയാക്ട് തൊടാൻ പോയില്ലേ ഇതുവരെ? ഒരിടത്ത് തൊടുന്നുണ്ടോ? ഞാൻ കാണിച്ചു. എനിക്ക് ഏത് കളർ വേണം പറയും. ഇഷ്ടമുള്ള കളർ കൊടുക്കും. കളർ ഇന്നോട് ചോദിക്കരുത്, ഞാൻ നിന്നോടാണ് ചോദിക്കുന്നത്. ഇതാണ് കളർ സെൻസ് ഉള്ളത്. ഫോണ്ട് സൈസ് എത്ര ഉണ്ട്? 3 നമസ്തേ റിയാക്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഇത് വർക്ക് ചെയ്ത്. ഞാനൊന്ന് പറഞ്ഞുതരാം. index.html പോയി main.jsx വിളിച്ചു. അപ്പോൾ main.jsx വന്ന് ഇവിടുന്ന് ആ റൂട്ട് സാധനങ്ങൾ സെറ്റ് ചെയ്ത്
നമ്മുടെ ഫസ്റ്റ് ആപ്പായ ആപ്പിന് ഈ ആപ്പിന്റെ പേര് മാറ്റിക്കൂടെ? എന്തെങ്കിലും വിരോധം ഉണ്ടോ? ഇല്ല, വിരോധമില്ല. അവിടെ കറക്റ്റ് എഡിറ്റ് ചെയ്തോളാം. അതല്ലേ ചോദിച്ചതാ, ഇപ്പൊ മാറ്റണ്ട. നിങ്ങൾ എന്ത് മാറ്റിയാലും നമ്മൾ റൂട്ട് മാറ്റിയാലും അതിനായിട്ട് സാധനം മാറ്റം. ഇത് അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാധനം. ഇതിലുള്ള മിക്കവാറും ഇതല്ല, എവിടെയാണെങ്കിലും ഇതൊക്കെ ഓരോ വേരിയബിളിനെയും പോലെയാണ്. ഈ ആപ്പ് മാറ്റാം, റൂട്ട് മാറ്റാം, പക്ഷെ കണക്ട് ചെയ്ത് നിൽക്കുന്ന റിയാക്ട് മാറ്റാൻ പറ്റില്ലല്ലോ. ഫംഗ്ഷനിൽ തൊട്ട് കളിയില്ല. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് മാറ്റാം. അത് മാറ്റുമ്പോ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഭാഗത്തും കൂടെ മാറ്റാം. മാറ്റി നോക്കാം. പൊട്ട് ആണെങ്കിലും പഴയതിലാക്കി, ഇല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. നല്ല ഫിക്സ് ആണത്. പിന്നെ വേറൊരു സംഭവം ഉണ്ട്. ഇത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ടോ ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഗെയിൻ നമ്മുടെ മ്യൂലിയുടെ ഡിസ്കോഡ് സെർവറിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്, നമ്മുടെ വെബ് ഡെവലപ്മെന്റിന്റെ ചാനലിൽ ഒന്ന് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. അല്ലേ? അതെ, അശ്വിൻ അശോകിനെ ടാഗ് ചെയ്താൽ മതി. അപ്പോൾ അവിടെ വന്ന് സാധനങ്ങൾ പറഞ്ഞോളൂ. ഓക്കെയാണ്. അപ്പൊ എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. പാക്കേജസ് സെറ്റ്. അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് നിർത്തല്ലേ എന്നൊരു ചെറിയൊരു സാധനം. അപ്പൊ നമുക്കൊരു ഇതൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. നമ്മൾ നോക്കുമ്പോൾ വലിയ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ലെങ്കിലും ഈ ബേസ് സാധനങ്ങൾ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് പോകുമ്പോൾ അത് പൊട്ടും, എന്തായാലും ഉറപ്പായിട്ടും പൊട്ടും. ഇപ്പോൾ കുറേ ഫയൽസ് കണ്ട്, ഇപ്പൊ ഞാനും ആദ്യം കണ്ടപ്പോൾ എന്തിനാണ് ഇത്രയും ഫയലൊക്കെ വിചാരിച്ചു. അപ്പൊ ഞാൻ ആക്ച്വലി റിയാക്ട് ഡെവലപ്പർ അല്ല കേട്ടോ. അപ്പൊ ഞാനിവിടെ ചോദിക്കുന്ന സാധനം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ റിയാക്ട് ഡെവലപ്പർ ആവാൻ പോവാണ്. അപ്പൊ എന്നെ പഠിപ്പിക്കുകയാണ് അശ്വിൻ ചെയ്യുന്നത്. ഡെവലപ്പർ ടു ബി. പക്ഷെ ഞാൻ നമ്മളെ എഡിറ്ററൊക്കെ റിയാക്ട് ചെയ്ത് കണ്ട് പഠിച്ചോളും. അപ്പൊ നമുക്ക് നിർത്തല്ലേ? അതെ. Alexa, stop.